പാരഡി കേസിലെ പരാതിക്കാരന്റെ സംഘടനയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന പുതിയ പരാതി മുഖ്യമന്ത്രി രജിസ്ട്രേഷൻ വകുപ്പ് ഐജിക്ക് കൈമാറിയിരിക്കുന്നു എന്ന വിവരം കൂടി പുറത്തുവരുന്നുണ്ട്. പാട്ടിനെതിരെ പരാതി കൊടുത്ത പ്രസാദ് കുഴിക്കാല സെക്രട്ടറിയായ തിരുവാഭരണപാത സംരക്ഷണ സമിതിയെക്കുറിച്ചാണ് അന്വേഷണം. മറ്റൊരു സംഘടന കൂടി ഇതേ പേരിൽ രംഗത്ത് വന്നതോടെയാണ് അഭിഭാഷകനായ കുളത്തൂർ ജയ്സിംഗ് പുതിയ പരാതി നൽകിയിരിക്കുന്നത്. ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ഷിജോ, ഈ പരാതിയെ തിരുവാഭരണപാത സംരക്ഷണ സമിതിയുമായി കൂട്ടിച്ചേർക്കേണ്ടതില്ല, അതിൽ കൂട്ടിക്കെട്ടേണ്ടതില്ല എന്ന പ്രതികരണവുമായി മറ്റു ചിലർ കൂടി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പരാതി എത്തുന്നത്. എന്താണ് ഈ പരാതിയിലെ ഉള്ളടക്കം? അതിൽ ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ഷിജോ കുര്യൻ? പാരഡിയിൽ പോര് കടുക്കുന്നു. അതോടൊപ്പം തന്നെ പാരഡിയിൽ പരാതിയും വലിയ തരത്തിൽ ഉയർന്നു വരികയാണ്. രാഷ്ട്രീയമായിട്ടുള്ള പരാതികളുണ്ട്. അങ്ങനെ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഈ പാട്ടിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുമായിട്ട് രാഷ്ട്രീയ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഈ പരാതി ഉന്നയിച്ച ആദ്യത്തെ വ്യക്തി, അതായത് ഈ പാരഡി ഗാനത്തിനെതിരെ ആദ്യം സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് ശബരിമല തിരുവാഭരണ പാത സംസ്ഥാന സമിതി ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന പ്രസാദ് കുഴിക്കാലയാണ്. പ്രസാദ് കുഴിക്കാല സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി കൊടുക്കുന്നു. സംസ്ഥാന പോലീസ് മേധാവി അത് ADGP കൈമാറുന്നു. അങ്ങനെ സൈബർ SP ആ പരാതി അന്വേഷിച്ചുകൊണ്ട് കേസെടുക്കുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ശബരിമല തിരുവാഭരണ സംരക്ഷണ സമിതി, അല്ലെങ്കിൽ ശബരിമല തിരുവാഭരണ പാത സംരക്ഷണ സമിതി പ്രസാദ് കുഴിക്കാലയുടേതല്ല, തങ്ങളുടേതാണ് അവകാശപ്പെട്ടുകൊണ്ട് ഇന്നലെ ആ സംഘടനയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഈ അഡ്വക്കേറ്റ് K ഹരിദാസിന്റെ നേതൃത്വത്തിൽ ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയും തങ്ങളാണ് യഥാർത്ഥത്തിലുള്ള ശബരിമല തിരുവാഭരണ സംരക്ഷണ സമിതി എന്ന് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരേ സംഘടനയുടെ പേരിൽ രണ്ടാളുകൾ, ഒന്ന് അഡ്വക്കേറ്റ് K ഹരിദാസിന്റെ പേരിലും മറ്റൊന്ന് പ്രസാദ് കുഴിക്കാലയുടെ പേരിലും. അപ്പോൾ ഈ പ്രസാദ് കുഴിക്കാല രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ പരാതി നൽകിയത് എന്നുള്ള ആരോപണമാണ് K ഹരിദാസ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ പൊതുപ്രവർത്തകനും അഭിഭാഷകനുമായിട്ടുള്ള കുളത്തൂർ ജയ്സിംഗ് ഈ പറയുന്ന പ്രസാദ് കുഴിക്കാലയുടെ സംഘടനയുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി അതിപ്പോൾ രജിസ്ട്രേഷൻ വകുപ്പ് IGക്ക് കൈമാറിയിട്ടുണ്ട്. പ്രസാദ് കുഴിക്കാലയുടെ സമിതി, അതായത് ശബരിമല തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. അപ്പോൾ ഈ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള ആരോപണങ്ങൾ ഇന്നലെ തന്നെ വന്നതാണ്. അപ്പോൾ ആ സംഘടനയുടെ പേര് പറഞ്ഞ് മറ്റൊരു ഒരു കൂട്ടം ആളുകൾ കൂടി രംഗത്ത് വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കുളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇതിനകത്ത് എടുത്തു കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രസാദ് കുഴിക്കാലയുടെ സംഘടന രജിസ്ട്രേഷൻ ഉണ്ട് എന്ന് പ്രസാദ് കുഴിക്കാല അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അത് 2015 വരെ ഉണ്ടായിരുന്നുള്ളൂ. 2015 ശേഷം അതിന്റെ രജിസ്ട്രേഷൻ പുതുക്കിയിട്ടില്ല എന്നുള്ള കാര്യവും പ്രസാദ് കുഴിക്കാല ഇന്നലെ പറഞ്ഞിരുന്നു. പക്ഷേ അഡ്വക്കേറ്റ് K ഹരിദാസിന് കീഴിലുള്ള ശബരിമല തിരുവാഭരണ പാത സംരക്ഷണ സമിതിക്ക് രജിസ്ട്രേഷൻ മറ്റു കാര്യങ്ങളൊന്നുമില്ല. കുറേയധികം ആളുകളുടെ കൂട്ടായ്മയാണ്. പക്ഷേ പ്രസാദ് കുഴിക്കാല അതിന് രജിസ്ട്രേഷൻ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ 2015 ശേഷം പുതുക്കിയിട്ടുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഒരേ പേരിലുള്ള രണ്ട് സംഘടന രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് അഭിഭാഷകനായ കുളത്തൂർ ജയ്സിംഗ് ഒരു പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും തുടർ നടപടികൾ സ്വീകരിക്കാൻ ആ പരാതി മുഖ്യമന്ത്രി കൈമാറിയിട്ടുണ്ട്. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.